എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം മുതലാണ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 10-ാം വാക്യത്തിൻ്റെ അവസാനം തുടങ്ങി ഇങ്ങനെയാണ് വായിക്കുന്നത്: സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നമുക്കറിയാം, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് അവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്, ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ തുടക്കം തന്നെ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വിഭാഗം ആൾക്കാർക്കുള്ളതല്ല, ഭൂമിയിലുള്ള സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. അപ്പോൾ ഈ മഹാസന്തോഷം ലോകത്തോട് അറിയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ടവരായ നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ ഈ മഹാസന്തോഷം അനുഭവിച്ച നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ മഹാസന്തോഷം കടന്നു വന്നതെന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മളിത് ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ മഹാസന്തോഷം ലോകത്തിന് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ കൊടുക്കുവാൻ കഴിയത്തില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവവചനപ്രകാരമുള്ള ഒരു വിശുദ്ധ ജീവിതം നയിച്ചത് കൊണ്ടാണോ നമുക്ക് ഈ മഹാസന്തോഷം ലഭിച്ചതെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക എപ്പോഴും. ഇല്ല എങ്കിൽ നമ്മൾ ഈ കർത്താവിനെ, ഈ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മൾ പലപ്പോഴും പരീക്ഷ മനോഭാവം നമ്മളിൽ വന്നു കയറുവാനും ഈ രക്ഷ നിങ്ങൾക്ക് അവകാശമാക്കുവാനും ഈ രക്ഷകനിലൂടെയുള്ള വിടുതലുകളും ഉയർച്ചകളും സൗഖ്യങ്ങളും എല്ലാം അനുഭവിപ്പാനും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു മനോഭാവം നമ്മളിൽ ആ ഒരു മനോഭാവം ഉണ്ടാകുകയും ആ മനോഭാവ പ്രകാരമുള്ള ശുശ്രൂഷകൾ സഭക്കകത്ത് അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൽ നമ്മൾ സുവിശേഷത്തിൻ്റെ ഉള്ളിൽ നമ്മളിലൂടെ വെളിപ്പെടുവാനെല്ലാം ഇടയുണ്ട്. ഇത് ദൈവം കൃപയാൽ മനുഷ്യരാശിക്ക് വേണ്ടി സൗജന്യമായി നൽകുന്ന ഒരു രക്ഷയുടെ അനുഭവമാണ്. അതിലേറ്റവും വലുതാണ് പാപത്തിൽ നിന്നുള്ള മോചനം. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച വ്യക്തിക്ക് ദൈവത്തിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുയേശുവിൽ അത് സൗജന്യമാണ്. അത് നമ്മളെന്തെങ്കിലും ചെയ്തതുകൊണ്ടോ ഒന്നും അല്ല എന്നുള്ളത് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ വെളിപ്പാടിൽ നിന്ന് വേണം നമ്മൾ ജനത്തോട് നമ്മൾ ഇടപെടുവാൻ. കാരണം ഇത് സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷമാണ്. അപ്പോൾ ഇത് ദൈവം സൗജന്യമായിട്ട് ക്രിസ്തുവിനെ നമുക്ക് നൽകി. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രയധികം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹമാണ് പുത്രനിലൂടെ ലോകത്തിന് വെളിപ്പെട്ടത്. ഇതെല്ലാവരുടെയും അവകാശമാണ് ഈ വിടുതൽ. പക്ഷേ നമ്മൾ മുമ്പ് ഈ ശുശ്രൂഷകളെ ഞാനീ പറയാൻ പോകുന്നത് ഈ ശുശ്രൂഷയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരായ ഓരോരുത്തരുടെയും മനോഭാവത്തിന് വരേണ്ട മാറ്റമാണ്. നമ്മൾ മുൻപ് ഏതെങ്കിലും ഒരു മതപാരമ്പര്യത്തിലായിരിക്കും. അവിടെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്തിട്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഒരു മനോഭാവം നമ്മളിൽ നിന്നും മാറേണ്ടത് ആവശ്യമാണ്. ഈ ഒരു മനോഭാവം നമ്മളിൽ കിടക്കുമ്പോഴാണ് ഈ പരീക്ഷ മനോഭാവം വരുന്നത്. അവിടെ നമുക്ക് ക്രിസ്തുവിനെ നമുക്ക് സൗജന്യമായിട്ട് കൊടുക്കുവാൻ നമുക്ക് കഴിയാതെ വരും. കർത്താവ് തന്നെ പറയുന്നു, എനിക്ക് ദാനമായി ലഭിച്ചു, നിങ്ങൾ ദാനമായി കൊടുപ്പിൻ. നിങ്ങൾ രോഗികളുടെ മേൽ കരങ്ങൾ വെച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറയുമ്പോൾ നമ്മൾ കൈവച്ചാൽ സൗഖ്യം വരും. അതിൽ എനിക്ക് ക്രെഡിറ്റ് ഒന്നുമില്ല. അത് യേശുവിൻ്റെ നാമത്തിലും യേശു നമ്മളിൽ പകർന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാലുമാണ് അവിടെ വിടുതൽ നടക്കുന്നത്. മറ്റൊന്ന്, യേശുവിന് ആ വ്യക്തിയോടുള്ള സ്നേഹം. ആ വ്യക്തിക്കും വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവായത്. വീണ്ടെടുപ്പുകാരനായതുകൊണ്ട് ആ യേശുവിലൂടെയുള്ള വിടുതലിൻ്റെ അവകാശിയാണ് ആ വ്യക്തി. അതുകൊണ്ടിട്ട് ആ വ്യക്തിക്ക് ആ അവകാശം ലഭിക്കുന്നു എന്നുള്ളത് ദൈവം നമ്മളതിനായിട്ട് ഉപയോഗിച്ചു. കൃപയാൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. അവിടെ ഒന്നും നമുക്ക് പുകഴാനില്ല, നമ്മൾക്കൊരു നേട്ടവും പറയാനില്ല. ഈ ഒരു മനോഭാവം ഓരോ ശുശ്രൂഷകനും ഉണ്ടായിരിക്കണം.
അപ്പോൾ ഇന്ന് സർവ്വജനത്തിനും ഉള്ള ഈ സന്തോഷം ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മളിതിനെ പല രീതിയിലും നമ്മളിതിനെ പല തട്ടുകളായിട്ട് ഇതിനെ തരംതിരിച്ചിരിക്കുക. ദൈവം ഇത് സൗജന്യമായിട്ട് സർവ്വജനത്തിനുമായിട്ട് നൽകിയതാണ് ക്രിസ്തുവിനെ. പക്ഷെ നമ്മളെ മനോഭാവ പ്രകാരം നമ്മളിതിനെ പല തട്ടുകളായിട്ട് നമ്മളിതിനെ തരംതിരിച്ചു. അതനുസരിച്ച് നമ്മൾ പ്രസംഗിക്കുന്നു, അതനുസരിച്ച് നമ്മൾ ഉപദേശിക്കുന്നു. ഉപദേശവും ശാസനയും ഗുണീകരണവും ദൈവവചനത്തിലുണ്ട്. അത് ദൈവസഭക്കകത്ത് വന്നതിന് ശേഷമാണ്. അതും ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് കൊടുക്കേണ്ടത്. യേശു ഇവിടെ വന്ന് പ്രസംഗിച്ച പ്രസംഗങ്ങളും ഉപദേശങ്ങളുമാണ് ജനത്തിന് കൊടുക്കേണ്ടത്. അത് സഭക്കകത്ത് വന്നവർക്കുള്ളതാണ്. പക്ഷേ പുറത്തു നിൽക്കുന്നവർക്ക്, ലോകത്തിൽ ഇന്ന് ആയിരിക്കുന്ന മനുഷ്യരെ അവരെ കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷം, ഈ വീണ്ടെടുപ്പിൻ്റെ അനുഭവം, ഈ വിടുതൽ, ഈ ഉയർച്ച അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ദൈവം സ്വന്തം പുത്രനെ കാൽവരി ക്രൂശിൽ യാഗമായിട്ട് അർപ്പിച്ചത്. അതുകൊണ്ടിട്ട് അവർക്കത് സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. അതിനാണ് നമ്മളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. അതാണ് ഒരു ശുശ്രൂഷകൻ എന്ന് പറയുന്നത്. ശുശ്രൂഷകൻ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നവരല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരാണ്. അതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് യേശു കർത്താവ് കാണിച്ചു തന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകി. ആ ഒരു മാതൃക, ആ ഒരു ശൈലി, മനോഭാവം ഓരോ ശുശ്രൂഷകർക്കും ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ വായിച്ച വചനപ്രകാരമുള്ള സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം നമുക്ക് കൊടുക്കാൻ കഴിയത്തില്ല. നമ്മളിൽ നിന്നും അത് മനുഷ്യരാശി മറ്റുള്ളവർക്ക് ലഭിക്കത്തില്ല. അത് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ മനോഭാവത്തിലുണ്ടാകേണ്ട, ശുശ്രൂഷകരുടെ മനോഭാവത്തിലുണ്ടാകേണ്ട മാറ്റമാണ്. ഇത് സൗജന്യമായി ദൈവം പുത്രനിലൂടെ നൽകുന്നതാണ്. ഇത് സകല ജനത്തിൻ്റെയും അവകാശമാണ്. ഇതിനെ നമ്മൾ ഭാഗം ഭാഗമായി തിരിച്ച് ഇതിന് നിയമവ്യവസ്ഥകൾ പലതും വെച്ച് നമ്മളതിനെ അനുഭവിക്കേണ്ടവർക്ക് കൊടുക്കാതെ നമ്മളതിനെ അവകാശികളായിരിക്കുന്ന മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാതെ നമ്മൾ തന്നെ ഇത് ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു ശുശ്രൂഷ മനോഭാവം നമുക്കുണ്ട്. ശുശ്രൂഷയിൽ വരുന്ന ഒരു കുറവാണത്. നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഇത്. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദൈവം സൗജന്യമായി നൽകിയിരിക്കുന്ന ഒന്നാണ്. ഒന്ന് കർത്തൃത്വം, തൻ്റെ കർത്തൃത്വം യേശുവിനെ ഏൽപ്പിക്കുക എന്നുള്ളത് നമുക്ക് പ്രസംഗിക്കാം. മറ്റൊന്ന്, നമ്മൾ ശുശ്രൂഷകർ തിരിച്ചറിയേണ്ടതാണ് യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തു വീണ്ടെടുപ്പുകാരനായതുകൊണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വ്യക്തിക്കും ഈ വിടുതലുകളും ഉയർച്ചകളും എല്ലാം സൗജന്യമായിട്ട് ഈ വീണ്ടെടുപ്പുകാരനിലൂടെ ഉണ്ട്. അത് കൊടുക്കുവാനായിട്ട് ഒരു മീഡിയേറ്ററായിട്ട് മാത്രമാണ് എന്നെ ദൈവം ആക്കി വച്ചിരിക്കുന്നത്. അത് ഞാൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ ഈ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുവാനോ വിടുതൽ പ്രാപിക്കാനോ ഒരു വ്യവസ്ഥകളും ഒന്നും വെക്കേണ്ട കാര്യമില്ല. പിന്നെ വ്യവസ്ഥകളും കാര്യങ്ങളും ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഭക്കകത്ത് വരുമ്പോഴാണ്. ആ സഭക്കകത്ത് വരുമ്പോഴുള്ള വ്യവസ്ഥകളും അത് ക്രിസ്തു എന്ത് ഉപദേശിച്ചോ ആ ഉപദേശത്തിൽ ഈ ഭൂമി ജീവിക്കുവാനായിട്ട് അവരെ ഉപദേശിക്കുക, പഠിപ്പിക്കുക, അതിനുവേണ്ടി അവരെ പരിശീലിപ്പിക്കുക. അപ്പോൾ ആദ്യം അത് ചെയ്യണമെങ്കിൽ ശുശ്രൂഷകരായ നമ്മൾ അറിയണം എന്താണ് ക്രിസ്തുവിൻ്റെ ഉപദേശം എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് വെച്ചാൽ ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ക്രിസ്തു ജനത്തോട് പ്രസംഗിച്ച പ്രസംഗങ്ങളും ക്രിസ്തു ജനത്തോട് സമീപിച്ച സമീപനങ്ങളും ക്രിസ്തു ജനത്തിന് കൊടുത്ത വിടുതലുകളും എന്താണെന്ന് തിരിച്ചറിയാം. ആ തിരിച്ചറിവും ബോധ്യവും ഒരു ശുശ്രൂഷകനുണ്ടായിരിക്കണം. മറ്റൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, യേശുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ യേശു പല അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. രോഗികൾ സൗഖ്യമാക്കും. യേശുവിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് അനേകർ മാനസാന്തരപ്പെടുന്നു. യേശുവിനെ തൊട്ട് പലരും സൗഖ്യമാവുന്നു. യേശുവിനെ വിളിച്ചപേക്ഷിച്ചവർ സൗഖ്യമാവുന്നു. യേശു കടന്നു ചെന്ന് പലരും വിടുവിക്കുന്നു. എല്ലാം വായിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, യേശുവിനെ പിതാവായ ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തമാണ് യേശു കർത്താവ് ചെയ്യുന്നത്. യേശുവിനെ പിതാവായ ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ് യേശു തൻ്റെ ശുശ്രൂഷ കാലയളവിൽ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ മനുഷ്യരാശി പിശാചിൻ്റെ പിടിയിൽ കേട്ട് പാപം മുഖാന്തരം അനുഭവിക്കുന്ന
ആ തിക്ത അനുഭവങ്ങളിൽ നിന്നും, ആ കഷ്ടതയിൽ നിന്നും, ദുരിതത്തിൽ നിന്നും അവരെ വീണ്ടെടുക്കുവാൻ, വിടുവിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടവനാണ് യേശു. അയക്കപ്പെട്ടവനാണ് ഈ ക്രിസ്തു, യേശു ക്രിസ്തു. അപ്പോൾ യേശു തന്നെ അയച്ചത് എന്തിനാണെന്നുള്ളത് തനിക്കറിയാം. താൻ ചെയ്യേണ്ട ശുശ്രൂഷ എന്താണെന്നുള്ളത് തനിക്കറിയാം. അത് മാത്രമേ കർത്താവ് ചെയ്തിട്ടുള്ളൂ. അത് കർത്താവിന് അത്ഭുതമായിട്ടൊന്നും തോന്നില്ല. ചെയ്തതെല്ലാം പിതാവായ ദൈവം തന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ്. ഇതും നമ്മൾ തിരിച്ചറിയണം. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ നമ്മളുടെ മേൽ, ഒരു ശുശ്രൂഷകൻ്റെ മേലുള്ള ഇപ്പോഴത്തെ ഉത്തരവാദിത്വവും ഇത് തന്നെയാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ജനത്തെ സ്വതന്ത്രരാക്കുക, അവരുടെ ബന്ധനങ്ങൾ അഴിക്കുക, അവർക്ക് വേണ്ടി പാപവിമോചകനായ ക്രിസ്തുവിനെ, യേശുവിനെ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. ക്രിസ്തുവിൽ നിങ്ങൾക്ക് പരിപൂർണ്ണ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, ഉയർച്ചയുണ്ട്, വിടുതലുണ്ടെന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളിൽ പകർന്ന അഭിഷേകം യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് അവരെ പിശാചി കെട്ടിവെച്ചിരിക്കുന്ന രോഗാവസ്ഥകളിൽ നിന്നും, സാമ്പത്തികമായിട്ട് ഞെരിക്കുന്ന ആ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും അവർക്ക് വിടുതൽ കൊടുക്കുവാനുള്ള ഒരു അഭിഷേകവും കൂടി ഓരോ ശുശ്രൂഷകരുടെ മേലും ദൈവം നൽകിയിട്ടുണ്ട്. ശുശ്രൂഷകരാണെങ്കിൽ അതുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ആ വെളിപ്പാടിൽ നിന്ന് അത് ഉപയോഗിക്കുക. കാരണം യേശുവിനെ പിതാവ് അയച്ചപ്പോൾ പിതാവ് യേശുവിൻ്റെ മേൽ നൽകിയ ഉത്തരവാദിത്വം യേശു നിർവഹിച്ചു. ഇതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു, എന്നെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിളിയും തിരഞ്ഞെടുപ്പും ലഭിച്ച് ആ ശുശ്രൂഷയാണ് നമ്മളുടെ മേലുള്ളതെന്നുള്ള തിരിച്ചറിവുള്ള ഒരു വ്യക്തിയാണ് ഒരു ശുശ്രൂഷകനെങ്കിൽ നമ്മളിലൂടെ ഇതെല്ലാം നടക്കും. കാരണം കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല. അപ്പോൾ ഇത് നമ്മളിലൂടെ നടക്കുമ്പോഴും നമുക്ക് പുകഴാനൊന്നുമില്ല. ഇത് ദൈവം നമ്മളിലിരുന്ന് തൻ്റെ പ്രവൃത്തികളെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് സർവ്വജനത്തിനും ഉണ്ടാകേണ്ടതായിട്ടുള്ള സന്തോഷവുമായിട്ടാണ് യേശു കർത്താവ് വന്നത്. ആ സന്തോഷം എന്ന് വെച്ചാൽ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് മനുഷ്യരാശിയെ ആക്കി വെക്കുക എന്നുള്ളതായിരുന്നു കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ. ആ ശുശ്രൂഷയെ കർത്താവ് ചെയ്തു. ആ ശുശ്രൂഷ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ഇതിനായിട്ടാണ് നമ്മളെ കർത്താവ് വിളിച്ചതും വേർതിരിച്ചതും ആക്കി വെച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഓരോ ശുശ്രൂഷകർക്കും ഈ ഒരു തിരിച്ചറിവും വെളിപ്പാടും ബോധ്യം ഉണ്ടാകട്ടെ. നമുക്കിത് സൗജന്യമായി ലഭിച്ച് സൗജന്യമായി കൊടുക്കാം. നമ്മളുടെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഇന്നായിരിക്കുന്ന ശുശ്രൂഷകനായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ചു. നമുക്ക് ഈ കൃപയെ അനേകരുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. ഇതിനായി ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.